ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ ടി വി സീറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നവ്യയുടെ വർത്തമാനം കേട്ട് പേടിച്ചിട്ട് കനക ഇവരോട് വന്ന് വിവരങ്ങളെല്ലാം പറയുക. അപ്പോൾ ഇനി നമ്മളൊന്നും ചെയ്യേണ്ട, അങ്ങനെ നവ്യ പറഞ്ഞതുപോലെ എങ്ങാനും നവ്യ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വേദനിക്കാൻ പോകുന്നത് മോളുടെ വീട്ടുകാരും തന്നെ ആയിരിക്കില്ല എന്ന് ദേവയാനി നയനയോട് ചോദിക്കുക. അപ്പോൾ ആദർശേട്ടനും ആരോടും ഒന്നും പറയണ്ടെന്നാ പറയുന്നേ, എങ്കിലും ഈ അടുത്ത് നടന്ന സംഭവങ്ങൾ ആർക്കും സഹിക്കാൻ പറ്റുന്നതല്ലല്ലോ അമ്മയെന്ന് നയന പറഞ്ഞു. നിങ്ങൾ ഭാര്യയും ഭർത്താവും പരസ്പരം വിശ്വാസത്തോടെ നിൽക്കുകയാണെങ്കിലേ പിന്നെ മറ്റുള്ളവർ പറയുന്നതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലല്ലോ മോളെ എന്ന് ദേവയാനി അന്നേരം പറഞ്ഞു. അതുമാത്രമല്ല, നമ്മൾ അറിയേണ്ടതൊക്കെ അറിഞ്ഞെന്ന് അബിക്ക് നന്നായിട്ട് അറിയാവുന്നതുമാണല്ലോ. അവൻ അതുകൊണ്ട് നവ്യയ്ക്കൊപ്പം നിന്ന് ആദർശിനെ ഒരിക്കലും കുറ്റം പറയില്ല എന്നും പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ നവ്യയ്ക്കും ജലജയ്ക്കും ജാനകിക്കും ഒഴികെ മറ്റെല്ലാവർക്കും സത്യങ്ങൾ അറിയാവുന്നതുമാണല്ലോ എന്നും ദേവയാനി ഇങ്ങനെ പറയണു. പിന്നെ പുറത്തുള്ളവർ പറയുന്നതിന് വലിയ ആയുസൊന്നും കൊടുക്കുകയും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അത് അടുത്തൊരു വിഷയം വരുമ്പം ആറ് തണുത്തോളൂ എന്നും പറഞ്ഞ് ദേവയാനി ഇവരെ സമാധാനിപ്പിക്കുക. അപ്പം നയനൊന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ മോളെ നീ എന്നൊന്നും പറയാത്തേന്ന് ചോദിച്ചു കനക. അപ്പോൾ എനിക്കൊന്നും പറയാനില്ല അമ്മേ, നവ്യേച്ചിയുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ട് ആദർശേട്ടൻ്റെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിക്കാത്തത് തന്നെയാണ് നല്ലതെന്ന് നയനി അന്നേരം കനകത്തോട് പറഞ്ഞു. പക്ഷെ അവൾ വെറുതെ വിടരുത്, ആ അനാമികയെന്ന് ദേവയാനി പറയുക. ഈ പ്രശ്നങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ച് അവൾക്കും അവളുടെ അച്ഛനും അമ്മയ്ക്കും കിട്ടേണ്ട തിരിച്ചടി കിട്ടിയിരിക്കണമെന്ന് ദേവയാനി തറപ്പിച്ചു പറയുന്നു. അത് ഉറപ്പിച്ച് തന്നെ നിൽക്കുകയാണ് നയനി. അങ്ങനെ അവറ്റകൾക്കിട്ടുള്ള പണി അവറ്റകൾ തന്നെ ചോദിച്ചു മേടിക്കുന്നു എന്ന് തന്നെ പറയാം. ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്ന നമ്മുടെ ഗോവിന്ദേട്ടനെ കേട്ടോ. അപ്പോൾ ഗോവിന്ദേട്ടൻ ഇങ്ങനെ അടുത്ത് പത്രം വായിക്കുമ്പോൾ നന്ദു പോവാനായിട്ട് ഇറങ്ങി വരുന്നു. അമ്മ വന്നില്ലേ അച്ഛാന്ന് ചോദിച്ചു. അപ്പം ഞാൻ കാത്തിരിക്കുവാണെന്ന് പറഞ്ഞു ഗോവിന്ദേട്ടൻ. പിന്നെ അമ്മ വന്നിട്ട് പോകാമെന്നും പറഞ്ഞാൽ ഞാനും ഇവിടെ നിൽക്കുന്നത്. അതിനിടയ്ക്ക് അർജൻറ്റായി ചെല്ലണമെന്നും പറഞ്ഞു കോളും വന്നു എന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ മോള് പോയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ നന്ദു പോകാൻ ഇറങ്ങുമ്പോൾ തന്നെ ഓട്ടോയും വിളിച്ച് കനക വീട്ടിലേക്ക് വരിക. അമ്മയിൽ നിന്ന് വിവരങ്ങൾ അറിയാൻ ആകാംക്ഷയോടെ ഇരിക്കുകയല്ലേ ഇവർ. അപ്പോൾ കനക വന്നൊന്നും മിണ്ടാതെ അവിടെ ഇരുന്നു. അപ്പോൾ എന്താ കനകെ മോളോട് സത്യങ്ങൾ പറഞ്ഞപ്പോൾ അവൾ കുഴപ്പമുണ്ടാക്കിയോ എന്ന് ഗോവിന്ദേട്ടൻ ചോദിക്കും കേട്ടോ. എൻ്റെ പൊന്നു ഗോവിന്ദേട്ടാ, കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഞാനൊന്നും പറഞ്ഞില്ല എന്ന് കനക അന്നേരം പറഞ്ഞു. ഞാൻ അവളോട് അനുനയത്തിലൊന്ന് ചോദിച്ചു. ആദർശ് ചെയ്തതുപോലെ ഒരു തെറ്റ് അഭിയാണ് ചെയ്തതെങ്കിൽ എന്ത് നീ ചെയ്യുമെന്ന്. അവൾ പറഞ്ഞ മറുപടി കേട്ടതോടെ ഞാൻ പിന്നെ മറത്തൊന്നും പറയാൻ നിന്നില്ല എന്ന് കനക പറയുക. എന്താ അവൾ പറഞ്ഞത്? ആദർശിന് അനഘ എന്ന പെൺകുട്ടിയായിട്ടൊരു ബന്ധമുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ നയനമോള് അതിനെ പക്വതയോടുകൂടിയാണ് നേരിട്ടതെന്നും എന്നാലേ നവ്യമോളുടെ അടുത്ത് നിന്ന് അതൊന്നും പ്രതീക്ഷിക്കണ്ടെന്നും കനക ഇവരോട് പറയുക. അപ്പം അച്ഛനും മോളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അവൾക്ക് വെട്ടൊന്നും മുറിരണ്ട് എന്നാണല്ലോ സ്വഭാവവും തീരുമാനവും. അബി അങ്ങനെ ഒരു തെറ്റ് ചെയ്താലേ അവനെയും കൊല്ലും, അവൻ്റെ കുഞ്ഞിനെയും കൊല്ലും, അതിനുശേഷം അവളും മരിക്കുമെന്നാണ് അവൾ പറഞ്ഞതെന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും ഞെട്ടി. അങ്ങനെ നയനേച്ചിയോടും പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് നവ്യേച്ചിയെന്ന് നന്ദുവും പറഞ്ഞു. അതുകൊണ്ട് നീയൊന്നും പറഞ്ഞില്ലേ കനകെ? എങ്ങനെ പറയാനാ എൻ്റെ ഗോവിന്ദേട്ടാ? വലിയൊരു ദുരന്തം ഒഴിവാക്കാനല്ലേ നമ്മൾ ആഗ്രഹിക്കത്തുള്ളൂ. നയനമോളോട് ഈ വിവരം നീ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു. ഇനിയിപ്പോൾ നവ്യേച്ചിയോടൊന്നും പറയണ്ടെന്നാ മോളും പറയുന്നേ. ആദർശേട്ടൻ്റെ കാര്യമാണല്ലോ അമ്മേ കഷ്ടം. പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ക്യാമറയായിട്ട് ചാനലുകാരാ പിന്നാലെ. പിന്നെ അവരുടെ ഭാവനയ്ക്ക് അനുസരിച്ച് അവർ ഓരോന്ന് പടച്ചുണ്ടാക്കി വിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് നന്ദു പറയുമ്പോൾ പറയുന്നവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ മോളെ, കുറെ പറഞ്ഞു കഴിയുമ്പോഴേ അവർ താനെ അങ്ങ് നിർത്തിക്കോളൂ എന്ന് പറഞ്ഞു ഗോവിന്ദേട്ടൻ. ഇതിനൊക്കെ പിന്നിലെ അവനുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്, അഭി എന്ന് നന്ദു പറയുമ്പോൾ ഇവരും അങ്ങനെ പറഞ്ഞു. സത്യം പറയാലോ, അവന് ലോക്കപ്പിലിട്ട് ഇടിച്ച് എല്ലൊടിക്കേണ്ട സമയം കഴിഞ്ഞുവെന്നും നന്ദു പറയുക. ആദർശേട്ടനൊരു പഞ്ചപാവുക, അതുകൊണ്ടാ ഇത്രയൊക്കെ അപമാനം സഹിച്ചിട്ടും സത്യങ്ങളൊന്നും തുറന്നു പറയാൻ തയ്യാറാവാതെ ഇരിക്കുന്നത്. അത് അവൻ മുതലെടുക്കുകയും ചെയ്യുന്നു. എന്നിട്ടിപ്പോൾ അഭി വീട്ടിലോട്ട് വരുമ്പോൾ അവനോട് മാന്യമായിട്ട് പെരുമാറുന്നില്ലെന്നുള്ളതാണ് നവ്യമോളുടെ പരാതി എന്ന് കനകം പറയുമ്പോൾ സത്യങ്ങൾ അറിയുന്നത് വരെ അവൾ ആ പരാതി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അവളുടെ കണ്ണിൽ ഇപ്പോൾ ആദർശം കൊള്ളരുതാത്തവനും അവളുടെ ഭർത്താവ് വിശുദ്ധനും അല്ലേ, പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യമെന്ന് ഗോവിന്ദേട്ടൻ ചോദിക്കുക. അമ്മ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു നന്ദു പോകാൻ ഇറങ്ങി. അവരിപ്പോഴും പറയുന്നതേ അവരുടെ മരുമകളും ജാനകി എന്തൊക്കെയാ പറഞ്ഞതെന്നറിയാവോ? അവരിപ്പോഴും പറയുന്നതേ അവരുടെ മരുമകൾ പരിശുദ്ധിയും നമ്മുടെ മോള് സകല തെറ്റുകാരിയാണെന്നാന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ അവരുടെ മരുമകൾ വീട് വിട്ടു പോയതേ അവരുടെ നല്ല സമയത്താണെന്ന് കരുതിയാൽ മതിയെന്ന് ഗോവിന്ദേട്ടൻ കനകയോട് പറഞ്ഞു. അല്ലെങ്കിൽ അവൾ ആ വീട് മുടിച്ചേനെന്നും പറഞ്ഞു. ഇതൊക്കെ ആരോട് പറയാനാ എൻ്റെ ഗോവിന്ദേട്ട? ഇപ്പം അവള് കാരണം ആ വീടിനകത്ത് 2 അടുപ്പ് വരെ ആയില്ലേന്ന് ചോദിച്ചു. നവ്യാണെങ്കിൽ 2 വെള്ളത്തിലും കാല് ചവിട്ടി ഇങ്ങനെ നിൽക്കുകയാണെന്നും കനക പറഞ്ഞു. പലപ്പോഴും അവൾ ആ ജലജയ്ക്കും അനിയുടെ അമ്മയ്ക്കും ഒപ്പം തന്നെയാണ് നിൽക്കുന്നത്. ജലജയും അഭിയാണെങ്കിൽ കിട്ടിയ അവസരം മുതലാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞു കനക. അനാമികയെ മാത്രമല്ല ആ ജലജയും അഭിയെയും ആ വീട്ടിൽ നിന്ന് അടിച്ച് കളഞ്ഞാലേ കൊണം പിടിക്കുകയുള്ളൂ. ആ വീട് നന്നാകണമെങ്കിൽ അങ്ങനെ ചെയ്താലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞ് കനകോകത്തേക്ക് കയറിപ്പോയി. ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കും
അപ്പോഴത്തേക്കും നമ്മുടെ അനി പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പം CI സാറും ASI സാറും കൂടെ ഇറങ്ങി വരിക. അപ്പോൾ നമ്മുടെ സച്ചിന്, സാറേ ഇതാ ഞാൻ പറഞ്ഞ ചെറുപ്പക്കാരൻ നന്ദു സാറിനെ കാണാൻ വരുന്നതെന്ന് പറഞ്ഞു. നമ്മുടെ അനി കയറി വന്നപ്പോഴത്തേക്കും താനെങ്ങോട്ടാന്ന് ചോദിച്ചു. അല്ല ഞാൻ SI സാറിനെ കാണാൻ വന്നതാണെന്ന് സച്ചിനോട് പറയുക കേട്ടോ. അപ്പോൾ താൻ എന്താ കണ്ടില്ലേ, സർക്കിൾ ഇൻസ്പെക്ടർ സച്ചി. തൃപ്തിയായോ? എന്നാൽ പിന്നെ വിട്ടോളാൻ പറഞ്ഞു അനിയോട്. അല്ല ഞാൻ വന്നത് എന്താടോ? അല്ല സാറേ SI എനിക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണെന്ന് അനി ഇങ്ങനെ പറഞ്ഞു കേട്ടോ. CI സാർ ഇങ്ങനെ നോക്കുക. കംപ്ലൈൻറ്റ് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. നിന്നെ ആരെങ്കിലും തല്ലിയോ എന്നൊക്കെ ചോദിക്കുക. പിന്നെ അതോ നീ ഏതെങ്കിലും പെൺകുട്ടികളെ ശല്യം ചെയ്തോ എന്നൊക്കെ ചോദിക്കും. സാർ ഞാൻ മൂർത്തീസ് ജുവലേഴ്സിലെ മൂർത്തീസ് ജ്വല്ലറിയിൽ. അപ്പം നിർത്തടാ എന്നും പറഞ്ഞുകൊണ്ട് CI സാർ ദേഷ്യപ്പെട്ടു. നീ എവിടത്തെയാണെന്നോ ആരാണെന്നോ വല്ലതും ഞാൻ ചോദിച്ചോ എന്ന് ചോദിച്ചു CI സാറ്. നിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ ഞാൻ നിന്നോട് പറഞ്ഞോ എന്നും സച്ചിൻ ചോദിക്കാം. ഇവൻ ഇടയ്ക്കിടയ്ക്ക് വരാറില്ലേടോ ഇവിടെ? SI മേഡത്തെ കാണാൻ മിക്കപ്പോഴും വരാറുണ്ടെന്ന് ASI സാറ് ഇയാളോട് പറഞ്ഞു. അനി ഇങ്ങനെ നോക്കി നിൽക്കുക. നീ SIയും തമ്മിൽ എന്താണ് ഇടപാട്? അത് പിന്നെ എൻ്റെ ചേട്ടന്മാർ കല്യാണം കഴിച്ചിരിക്കുന്നത് നന്ദുവിൻ്റെ ചേച്ചിമാരെയാണെന്ന് പറഞ്ഞു. നന്ദോ? ആരാടാ നന്ദു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് ദേഷ്യം വന്നു. അത് പിന്നെ SI സാറിൻ്റെ ചേച്ചിമാരെയാണെന്നാണ് സാറേ ഞാൻ പറഞ്ഞതെന്ന് അനി പറയുമ്പോൾ, നിന്നെയും SIയും ചേർത്ത് ചില കഥകൾ പ്രചരിക്കുന്നുണ്ടല്ലോടാ ചാനലുകളിൽ. ഒരു പെൺകുട്ടിയുടെ ഭാവി കളയാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണല്ലേ. പെൺകുട്ടികളെ ശല്യം ചെയ്യുന്നവന്മാരെ ചുവരിലൊട്ടിക്കുന്നതാണ് എൻ്റെ സ്വഭാവം. CI സച്ചിനിരുന്ന ഒരു സ്റ്റേഷൻ പരിധിയിലും പെൺകുട്ടികൾക്കെതിരെ ഒരുത്തൻ്റെയും കൈ പൊങ്ങിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ പാതിരാത്രിയിൽ പോലും ആ സ്ഥലങ്ങളിലൊക്കെ പെൺകുട്ടികൾക്ക് ഇറങ്ങി നടക്കാനും പറ്റുമായിരുന്നു എന്നും പറഞ്ഞു. പിന്നെ എന്നും പറഞ്ഞു നിൽക്കുക നമ്മുടെ അനി അന്നേരം. എന്നിട്ടാണ് ഒരുത്തൻ സ്റ്റേഷനിലേക്ക് ഇടിച്ചു കയറി വന്നിരിക്കുന്നത് സ്ഥല SI ശല്യം ചെയ്യാനായിട്ട്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നന്ദു അങ്ങോട്ടേക്ക് വന്നു. നന്ദു നോക്കുമ്പോൾ അനി വന്ന് നിൽക്കുന്നു. വേഗം അനി എന്തിനു വന്നാണാവോ എന്ന് ഓർത്ത് നന്ദു ഇങ്ങനെ നിൽക്കുക. CI സാറിന് സല്യൂട്ട് ചെയ്തു നന്ദു. അപ്പോൾ ഇവനെയും ചേർത്തല്ലേ നന്ദുവായിട്ട് കഥകൾ പ്രചരിക്കുന്നത്? ഇവനെ പിടിച്ച് ലോക്കപ്പിൽ കേട്ടിട്ടെ എന്ന് CI സച്ചിൻ ചോദിക്കുമ്പോൾ, അയ്യോ വേണ്ട സാർ, അനി എൻ്റെ ബന്ധുവാണെന്ന് പറഞ്ഞു. ബന്ധുക്കളെയൊക്കെ ചില നേരത്തെ ശത്രുക്കളാവാറുണ്ടെന്ന്. ഇവൻ നന്ദുവിൻ്റെ ശത്രുവാണെന്നും CI പറയുക നന്ദുവിനോട്. അതുകൊണ്ടാണ് ഇവൻ കാരണം നന്ദുവിനും നന്ദുവിൻ്റെ കുടുംബത്തിനും നാണക്കേട് വാങ്ങേണ്ടി വരുന്നതെന്നും പറഞ്ഞു. അതിന് അനി പ്രതി അല്ല എന്ന് നന്ദു പറയുമ്പോൾ, പിന്നെ ആരാ പ്രതി, ഞാനാണോ എന്നും ചോദിച്ചുകൊണ്ട് സച്ചിൻ നന്ദുവിനോട് ദേഷ്യപ്പെട്ടു. ഇവൻ എന്തിനാ നന്ദുവിനെ കാണാൻ എപ്പോഴും പോലീസ് സ്റ്റേഷനിലേക്ക് ഇടിച്ചു കയറി വരുന്നതെന്നൊക്കെ ഇദ്ദേഹം നന്ദുവിനോട് ചോദിക്കുവാണ്. എനിക്ക് കലി വരാൻ തുടങ്ങി. പോലീസ് സ്റ്റേഷനിൽ ആരെങ്കിലും സ്വർണം വിൽക്കുന്നുണ്ടോ? അതിനാണോ ഇവൻ വരുന്നത്? എടാ, സ്വർണം അടിച്ചു മാറ്റുന്നവനെയും കഴുത്തിൽ കിടക്കുന്ന സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നവനെയൊക്കെയാണ് ഇവിടേക്ക് കൊണ്ടുവന്ന് ലോക്കപ്പിലിടുന്നത്. അത് നിനക്കറിയാവോ? അല്ലാതെ ഇവിടെ സ്വർണത്തിന്റെ കച്ചവടം ഒന്നും ആരും തുടങ്ങുന്നില്ല, നടത്തുന്നുമില്ല. പിന്നെ നീ എന്തിനാടാ ഏത് നേരം ഇടിച്ചു കയറി ഇങ്ങോട്ട് വരുന്നെന്ന് ചോദിച്ചു. അത് പിന്നെ സാർ ഞാൻ, എടാ നീ വന്നപ്പോൾ മുതൽ അത് പിന്നെയെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. എടാ അത് പിന്നല്ല, ഇപ്പം തന്നെയാണ് തന്നു വിടേണ്ടതെന്നും പറഞ്ഞ് CI പറയാം അനിയോടെ. ഇനി നീ ഈ പരിസരത്ത് കയറിയാൽ നീ ഏത് അനന്തമൂർത്തിയുടെ കൊച്ചുമകനായാലും ശരി, നിന്റെ നട്ടെല്ല് ഞാൻ ഇടിച്ചോടിക്കും. മനസ്സിലായോടാ നിനക്കൊന്നും ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുവാണ്. മനസ്സിലായില്ലേടാ? മനസ്സിലായെന്ന് പറഞ്ഞു. അപ്പം ഇറങ്ങിപ്പോടാ എന്നും പറഞ്ഞുകൊണ്ട് അനിയെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു CI സാറ്. പോയ അനിയെ വീണ്ടും പിടിച്ചു നിർത്തി. നിൽക്കട അവിടെ എന്നും പറഞ്ഞ് പിന്നാലെ വീണ്ടും ചെല്ലുക. എനിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ഒരു രക്ഷയില്ല. നന്ദു ഇതൊക്കെ കണ്ട് നിസ്സഹായനായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പം ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? പെൺകുട്ടികളെ ശല്യം ചെയ്യുന്ന ആരാണെങ്കിലും അവനെ ഒന്നും ഞാൻ വളർത്തില്ല, വച്ച് പൊറുപ്പിക്കില്ല. മനസ്സിലായോ? ഇനി നിനക്ക് ഇങ്ങോട്ട് വരണമെന്ന് തോന്നുമ്പോൾ ഞാൻ പറഞ്ഞ വാക്കുകൾ നീ ഓർത്തോളണം. അത് നിന്റെ കാതിൽ കിടന്ന് അടിക്കണം, കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ CI സാറ് ദേഷ്യപ്പെടുക അനിയോട്. നന്ദു ഒന്നും മിണ്ടുന്നില്ല. അപ്പം അനി ഇങ്ങനെ നന്ദുവിനെ നോക്കിയേച്ച് അവിടുന്ന് അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ അനി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവനാഴി എന്നും പറഞ്ഞുകൊണ്ട് നന്ദുവിൻ്റെ അടുത്തേക്ക് വരുവായി സച്ചിൻ. എന്താ സാറിന് നന്ദു ചോദിച്ചു. ഒന്നുമില്ല, അവനാഴി സിനിമയിലെ ആരുമായിട്ടോ എനിക്ക് സാമ്യമുണ്ടെന്ന് ചിലർ പറയുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ASI സാർ ഒന്ന് തുമ്മി. അപ്പോഴത്തേക്കും അദ്ദേഹം തുറച്ചു നോക്കുക കേട്ടോ അദ്ദേഹത്തെ. അപ്പം രൂപം കൊണ്ട് മാത്രമല്ല സ്വഭാവം കൊണ്ട് ഞാൻ ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയെന്ന് വരാം. പെൺകുട്ടികളെ ആരെങ്കിലും ശല്യം ചെയ്താലേ എൻ്റെ സ്വഭാവം മൊത്തത്തിലങ്ങ് മാറും. പിന്നെ ഞാൻ ചിലപ്പോൾ ഒരു ഇൻസ്പെക്ടർ ബലരാമക്കായി മാറും. ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്ന് അങ്ങ് പോയി. അയാൾ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ASI സാറ് നന്ദുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട്, അത് സർക്കിൾ സാറിന് ചെറിയ സൂക്കേടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പം ചെറുതല്ല, ഇത്തിരി കൂടുതലാണെന്ന് നന്ദു അന്നേരം പറഞ്ഞു. അങ്ങനെ നന്ദു അവിടെ നിന്ന് അങ്ങ് പോയി. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനി കൂട്ടുകാരുമായിട്ട് സംസാരിക്കുക. അപ്പം ഇന്നിപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം അവരോട് രണ്ടുപേരോടും പറയുവാണ്. ഇത് വലിയ ഏണി ആയിരിക്കാണല്ലോടാ എന്ന് കൂട്ടുകാർ അനിയോടും പറഞ്ഞു.
എന്താണ് ഇനിയിപ്പോൾ ചെയ്യുന്നത്? അന്ന് ആ ക്യാമ്പിൽ പോയി ആ ട്രെയിനറെ സ്വാധീനിച്ചത് അയാളല്ലേ, ഇനി അതുപോലെ വല്ലതും ആയിരിക്കോടാ എന്നൊക്കെ ഇങ്ങനെ പറയാം. ഉഫ്, എൻ്റെ പൊന്നെ, എന്നാടാ ഇനി ചെയ്യേണ്ടത്? ആദ്യം അവൻ്റെ നാട്ടിൽ ചവിട്ടി ഓടിക്കണമെന്നും പറഞ്ഞ് ഇങ്ങനെ വേണുവിനെ പറ്റിയൊക്കെ ഇവർ പറയുക. ഇക്കണക്കിന് നിനക്കിനെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ പറ്റത്തില്ലല്ലോടാ ഇനി. അപ്പോൾ പിന്നെ അത് അയാളാണോ തീരുമാനിക്കുന്നതെന്നും, പോലീസ് സ്റ്റേഷനെ അയാളുടെ തറവാട് സ്വത്തൊന്നും അല്ലല്ലോ, അവിടേക്ക് എനിക്ക് പോകണമെന്ന് തോന്നുമ്പോൾ ഞാൻ പോവുക തന്നെ ചെയ്യുമെന്നും പറയുകയാണ് അനിയെ. അപ്പോൾ എന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ എപ്പോഴും കയറി ഇറങ്ങാൻ പറ്റുമോ അനി? അപ്പം ഞാൻ കയറി ഇറങ്ങുന്നത് എൻ്റെ പെണ്ണിനെ കാണാൻ വേണ്ടിയിട്ടാടാ. നന്ദു ആ സ്റ്റേഷനിൽ SI ആ, പക്ഷെ അവൾക്ക് മുകളിലല്ലേടാ CI. എന്തോന്ന് മുകളിൽ? എൻ്റെ മുത്തശ്ശനോടൊന്ന് പറഞ്ഞാൽ മതി, അവൻ നാളെ ഏതെങ്കിലും ഓണംകാര മൂലയിൽ പോയി ഇരിക്കും. പക്ഷേ നിന്റെ മുത്തശ്ശനത് ചെയ്യുവോടാ? അദ്ദേഹം അങ്ങനെ ശുപാർശ ചെയ്യുന്ന കൂട്ടത്തിലൊന്നുള്ള ആളല്ലല്ലോ. എടാ, എന്നിട്ട് പിന്നെ നന്ദുവിൻ്റെ കാര്യത്തിൽ മുത്തശ്ശൻ 1-2 വട്ടം ഇടപെട്ടതോ? എടാ, അത് ന്യായമായ കാര്യമായതുകൊണ്ടല്ലേടാ. ഇവിടെ നീയും നന്ദുവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നതിന് വേണ്ടിയിട്ട് ഈ സ്റ്റേഷനിൽ CI മാറ്റണമെന്ന് ആരെങ്കിലും വിളിച്ചു പറയുവോടാന്ന് ചോദിച്ചു. മുത്തശ്ശൻ വിളിച്ചു പറയണമെന്നില്ല, ആദർശനെ കൊണ്ട് വേണമെങ്കിലും കാര്യമൊക്കെ സാധിപ്പിച്ചെടുക്കാം. പിന്നെ അവൻ്റെ ചാട്ടം എവിടം വരെ പോകുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ, അത് കഴിഞ്ഞിട്ട് അവൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാം. അവൻ ക്രിമിനൽസിനോട് സംസാരിക്കുന്ന രീതിയിൽ എന്നോട് സംസാരിച്ച് അവൻ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞു. ഇനി അവന് നന്ദുവിലും വല്ല നോട്ടം ഉണ്ടാവുമോടാ എന്ന് കൂട്ടുകാർ ചോദിക്കുമ്പം CI ആളൊരു ചെറുപ്പക്കാരൻ, അതിൻ്റെ ചോരത്തിളപ്പ അയാൾ ഈ കാണിക്കുന്നത്, അല്ലാതെ വേറൊന്നും കാണാൻ വഴിയില്ല. മിക്കവാറും അയാൾ നമുക്ക് ഇരട്ടടി അടിക്കേണ്ടി വരും എന്നും പറഞ്ഞു നമ്മുടെ അനി ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ CI സാറ് നന്ദുവിൻ്റെ വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ കനകവും ഗോവിന്ദനും കൂടെ ഇറങ്ങി വരിക. ഇത് ആരാ വരുന്നത് എന്താണെന്ന് ഓർന്നിരിക്കുക. അപ്പം ഞാൻ CI സച്ചിൻ എന്നും പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തിയപ്പോൾ സാറ് വരും, ഇരിക്കാൻ പറഞ്ഞു ഗോവിന്ദേട്ടൻ. സാറ് കുടിക്കാൻ എന്തെങ്കിലും എന്ന് പറഞ്ഞ് ഗോവിന്ദേട്ടൻ പറഞ്ഞപ്പം ഇപ്പോഴൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അല്ലല്ലോ, അതങ്ങനെ അല്ലല്ലോ സാർ, ആദ്യമായിട്ട് വീട്ടിൽ വന്നതല്ലേ എന്ന് ചോദിച്ചപ്പം എന്നാൽ പിന്നെ ആയിക്കോട്ടെ. അപ്പോൾ അമ്മ അകത്തേക്ക് കയറിപ്പോയി താങ്ക് യു ഒക്കെ പറഞ്ഞ് സാർ ഇവിടെ ഇങ്ങനെ ഇരിക്കുക. അല്ല, മോളിവിടെ ഇല്ലല്ലോ. അപ്പോഴേക്കും CI സാറ് ഞാൻ മോളെ കാണാൻ വേണ്ടി വന്നതല്ല, മോളുടെ അച്ഛനെയും അമ്മയും ഒന്ന് കാണാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഗോവിന്ദേട്ടൻ ഒന്ന് ഞെട്ടി, മീൻ അടുത്ത് എന്താന്ന് ഓർത്ത്. അതെ, മോൾക്ക് അല്പം എടുത്തുചാട്ടമൊക്കെ കൂടുതലാണ്, ആരെങ്കിലും തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ പിന്നെ മുന്നും പിന്നൊന്നും നോക്കത്തില്ല, വെട്ടൊന്നും മുറിരണ്ട, അങ്ങനെയാണ് സ്വഭാവം. അതിനിപ്പോൾ എന്താ കുഴപ്പമെന്ന് CI സാറ് ചോദിച്ചു. അല്ല, മോളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം പറയായിരുന്നു എന്ന് പറയുമ്പോൾ മോളുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഒരു തെറ്റും ഉണ്ടായിട്ടില്ല, മോള് ശരിയാ, വളരെ വളരെ ശരിയാണെന്നും അദ്ദേഹം പറഞ്ഞു. എനിക്ക് അങ്കിളിൻ്റെ മോളുടെ സ്വഭാവം വളരെ വളരെ ഇഷ്ടമായെന്നും പറഞ്ഞു. ചിരിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ഗോവിന്ദേട്ടൻ എന്നെപ്പറ്റി ഇടയ്ക്കിടയ്ക്ക് നന്ദു സംസാരിക്കാറുണ്ടല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട്, പറയാറുണ്ട്, സാറ് ഭയങ്കര സ്മാർട്ടാണെന്ന് പറയാറുണ്ടെന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷം. അപ്പോൾ മലയാളത്തെ സൂപ്പർ സ്റ്റാറിന് ഒരു സിനിമയിൽ അഭിനയിക്കാൻ അസൗകര്യം വന്നപ്പോൾ മലയാളത്തിൽ തന്നെ സൂപ്പർ സംവിധായകൻ എന്നെ വിളിച്ചതാണെന്നും പറഞ്ഞു വിടും. അയാൾക്ക് പകരം പക്ഷെ ഞാൻ പോയില്ല കേട്ടോ, പോലീസ് ഓഫീസറുടെ വേഷമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്ന് പറഞ്ഞു തലയാട്ടിക്കൊണ്ടിരിക്കുക. ഒരു ആക്ഷൻ പടമൊക്കെ ആയിരുന്നു, വെറുതെ സിനിമയിൽ കിടന്ന ഹീറോയിസം കാണിച്ച വില്ലന്മാരെ തല്ലുന്നതിനേക്കാളും നല്ലത് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് എന്താ, ഞാനിരുന്നിട്ടുള്ള സ്റ്റേഷനിലൊക്കെ മഷിയിട്ട് നോക്കിയാലേ ഒരു കള്ളനെയും കൊലപാതകയും കാണാൻ കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇരുന്നിടത്തു നിന്നെല്ലാം ഓരോരുത്തരെന്നെ സ്ഥലം മാറ്റിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഇത് തന്നെ ഈ രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് എന്നെ സ്ഥലം മാറ്റി കളഞ്ഞതാ എന്നും പറഞ്ഞു ഗോവിന്ദേട്ടനോട് ഇരുന്ന് പറയാം. ഞാൻ സ്മാർട്ടാണെന്ന് നന്ദു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്കിളിൻ്റെ മോള് ഡബിൾ സ്മാർട്ടാണെന്ന് ഇദ്ദേഹം പറഞ്ഞു. പക്ഷെ അവളുടെ ആ സ്വഭാവം ഞങ്ങളെ വല്ലാണ്ട് ഭയപ്പെടുത്തുന്നുണ്ടെന്ന് ഗോവിന്ദേട്ടൻ പറഞ്ഞു കേട്ടോ. അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല കേട്ടോ. ഇന്നത്തെ കാലത്ത് ഇങ്ങനൊരു മോളെ കിട്ടിയതിലേ അങ്കിളും ആൻറ്റിയും ഭാഗ്യം ചെയ്തവരാണെന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ജ്യൂസ് അങ്ങോട്ട് കൊടുത്തു, ജ്യൂസ് മേടിച്ചു, താങ്ക്സ് ഒക്കെ പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ നന്ദുവിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്താ സാറ് പറഞ്ഞ് മനസ്സിലായില്ല എന്ന് ഗോവിന്ദേട്ടൻ പറയും. അല്ല, ആൻറ്റി ഇരിക്കാൻ പറഞ്ഞു. വേണ്ട സാർ, ഞാനിവിടെ നിന്നോളാമെന്ന് കനക പറഞ്ഞു. അപ്പോൾ ഇരിക്കുന്നേ, ഞാൻ അന്യനൊന്നും അല്ലല്ലോ, ഇരിക്കുക ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് ആൻറ്റിയെയും അവിടെ ഇരുത്തി. നമ്മുടെ കനകോ അവിടെ അങ്ങനെ ഇരുന്നു. അപ്പോൾ ഇവർക്ക് കാര്യം എന്നാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഇനി വളച്ചു കെട്ടാതെ കാര്യത്തിലേക്ക് കടക്കാമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ നന്ദുവിനോട് ഈ കാര്യം ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല എന്നും സാറ് പറയുക. ആദ്യം നന്ദുവിൻ്റെ അച്ഛനോടും അമ്മയോടും പറയാമെന്ന് വിചാരിച്ചിട്ടാണെന്നും പറഞ്ഞു. അതിനുശേഷം നിങ്ങളിൽ നിന്ന് തന്നെ നന്ദു ഇതെല്ലാം അറിയട്ടെ എന്നും അദ്ദേഹം പറയും. ഇവർക്ക് രണ്ടുപേർക്കും ആകെ ടെൻഷനായി, ദൈവമേ എന്തോ വന്നു. അല്ല, എന്താ സാറേ എന്ന് ചോദിച്ചു കനകം. അങ്ങനെ വല്ല ആനക്കാരുമൊന്നും അല്ല കേട്ടോ, കുറേ നാളായി എനിക്ക് വേണ്ടി പെണ്ണ് അന്വേഷിക്കുക എൻ്റെ വീട്ടുകാരെന്ന് പറഞ്ഞു. എനിക്ക് ആരെയും ഇതുവരെ ഇഷ്ടപ്പെട്ടിട്ടില്ല, ഞാൻ എൻ്റെ അതേ വേവ് ലെങ്തിലുള്ള ഒരു പെൺകുട്ടിയെ തേടി നടക്കുകയായിരുന്നു എന്നും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ സ്റ്റേഷനിലേക്ക് വരുന്നതും നന്ദുവിനെ പരിചയപ്പെടുന്നതും. ഗോവിന്ദേട്ടനും കനക അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. ഞങ്ങൾ രണ്ടാളും
ഒരേ തൂവൽ പക്ഷികളാണെന്നും കാക്കിയിട്ടവരാണെന്നും എങ്കിൽ പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒന്നിക്കുന്നതിൽ എന്താ അങ്ങളെ തെറ്റ് എന്നിങ്ങനെ ചോദിച്ചു. കനക അന്നേരം ചിരിച്ചു കിട്ടോ. ഗോവിന്ദേട്ടൻ്റെ മുഖം വാടി തന്നെ ഇരിക്കുക. എന്തുണ്ടെങ്കിലും നേരിട്ട് വരിക, വെട്ടി തുറന്ന് പറയുക, അതാകട്ടെ എൻ്റെ ഒരു രീതി. അപ്പോൾ എനിക്ക് നന്ദുവിനെ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകണമെന്നുണ്ട്. മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് മുഹൂർത്തം നോക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് കേട്ടപ്പം അയ്യോ അത് അവരോടൊന്നും ആലോചിക്കാതെ ആലോചിച്ചോളൂ കുഴപ്പമൊന്നുമില്ല, നന്ദുവിന് എന്നെ ഇഷ്ടപ്പെടാതിരിക്കില്ല എന്നും ഇപ്പം തന്നെ നന്ദുവിന് ആരാധന ഉണ്ടോ എന്ന് പോലും എനിക്കൊരു സംശയം ഇല്ലാതില്ല എന്നൊക്കെ പറഞ്ഞു. പുളുവന്ന് ഇവർക്ക് രണ്ടുപേർക്കും അറിയാമല്ലോ. അല്ല അത് പിന്നെ മോൾക്ക് 2 ചേച്ചിമാരുണ്ടേ, അതൊക്കെ എനിക്കറിയാം. അനന്തപുരി തറവാട്ടിലെ മരുമക്കളല്ലേ അവര്. നന്ദുവിനെ കുറിച്ച് A to Z മനസ്സിലാക്കിയിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ അദ്ദേഹം പറയും കേട്ടോ. അല്ല പിന്നെ ജാതകമൊക്കെ, ഈ ജാതകത്തിലും ജ്യോത്സ്യത്തിലൊന്നും എനിക്ക് വലിയ വിശ്വാസവും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നിങ്ങൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നോക്കാം എന്നിങ്ങനെ സാറ് പറയാം. അപ്പോൾ അത് പറഞ്ഞ് ശരിയാണെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ വന്നപ്പോൾ തന്നെ ആൻറ്റി എനിക്ക് തന്നത് മധുരമാണ്, അത് ഞാൻ കുടിച്ചു. ഇനി അങ്ങോട്ട് നമ്മുടെ ബന്ധം ഇതിനേക്കാളും മധുരമുള്ളതാവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ CI സാർ അവിടുന്ന് പോവുക. CI അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നന്ദു സമ്മതിക്കുമോ എന്ന് ചോദിക്കുമോ ഗോവിന്ദേട്ടൻ. അപ്പോൾ നന്ദൂട്ടന് ഇഷ്ടമൊക്കെയാണ്, പക്ഷെ ഇടയ്ക്ക് നന്ദൂട്ടനെ അയാളൊരു ബോറനാണെന്നും പറയാറുണ്ടെന്ന് പറഞ്ഞു. മമ്മൂട്ടിയാണെന്നും പറഞ്ഞു നടക്കുന്നതെന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ ചെറിയൊരു സാമ്യമുണ്ട് എന്ന് നമ്മുടെ ഗോവിന്ദേട്ടനും പറഞ്ഞു കേട്ടോ. സംസാരം കുറച്ച് കൂടുതലാണോ? ഞാൻ എന്തായാലും ഇപ്പം തന്നെ പോയി ജ്യോത്സ്യരെ കാണാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കനകൻ ജ്യോത്സ്യരെ കാണാൻ പോകാൻ ഇറങ്ങുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. നന്ദി.